ജീവനേകി കാത്തുവച്ച സാന്ത്വനം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ശക്തിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഈ വർഷം UDF-ന് കൈപ്പത്തി ചിഹ്നത്തിൽ തങ്ങളുടെ വിജയസാധ്യത ഉറപ്പിക്കുവാനായി ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇന്ന് മീറ്റ് ദി കാൻഡിഡേറ്റിൽ നമ്മോടൊപ്പം ഉള്ളത് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന റോയ് കെ പൗലോസാണ്. സാർ നമസ്കാരം. മീറ്റ് ദി കാൻഡിഡേറ്റിലേക്ക് സ്വാഗതം. പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ എത്രത്തോളം എത്തി? വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ UDF ഉയർത്തിയ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. അവരുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പോൾ പട്ടയം കിട്ടുന്നില്ല, നിലവിൽ ഒരു പട്ടയവും കൊടുക്കുന്നില്ല. കിട്ടിയ പട്ടയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കുന്നില്ല. CHR പോലെയുള്ള ഭൂമിയിൽ ഒരു പട്ടയവും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യക്കുറവ് മൂലം സുപ്രീം കോടതി വരെ സ്റ്റേ ചെയ്തിരിക്കുന്നു. 1.5 വർഷമായിട്ട് ആ സ്റ്റേ നീക്കാനുള്ള ഒരു നടപടി പോലും ഗവൺമെൻറ് ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ ലാൻഡ് ഇഷ്യൂസ് നിരവധിയായിട്ട് നിൽക്കും, പട്ടയ ഇഷ്യൂസ് നിൽക്കും. വന്യജീവി ആക്രമണം വളരെ രൂക്ഷമായിട്ട് ഈ മേഖലകളിലെല്ലാം അനുഭവപ്പെടുന്നു. ഒരു കാലത്തും വന്യജീവികൾ ഇറങ്ങാത്ത സ്ഥലങ്ങളിലെ ടൗണുകളിൽ വരെ അവർ വന്ന് ആക്രമണം നടത്തുന്നു. ആളുകളെ ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ പോലും ഒരു നടപടിയില്ല. അപ്പോൾ ഇത്തരമുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉയർത്തി കാണിക്കുന്നതും അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സ്വീകാര്യമായി തോന്നുന്നത്. ഭൂവിനിയോഗ ചട്ട ഭേദഗതി നിർമ്മാണ നിരോധനം നീക്കി ഉത്തരവ് മൂലം ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നാണ് LDF അവകാശപ്പെടുന്നത്. ഇതിന് UDF നിലപാടെന്താ? ഞങ്ങളുടെ അഭിപ്രായം ഇവിടെ നിൽക്കട്ടെ. ഏതെങ്കിലും ഒരു ഇതുകൊണ്ട് പ്രയോജനം കിട്ടേണ്ട ആളുകളുണ്ടല്ലോ ഈ നാട്ടിൽ. ഭൂനിയമ ഭേദഗതി എന്ന് പറയുന്നത് LDF ഗവൺമെൻറ് കൊണ്ടുവന്ന നിർമ്മാണ നിരോധന ഉത്തരവിനും മറികടക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണല്ലോ എന്നാണല്ലോ പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ വേണം. അപ്പോൾ 2023 കൊണ്ടുവന്ന ഭൂനിയമ ഭേദഗതി 24 ഗവർണർ ഒപ്പിട്ട് നിയമമായ ഭേദഗതി. ആ നിയമ ഭേദഗതി മൂലം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ജില്ലയിലുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എൻ്റെ അറിവിൽ ഒരാളുമില്ല. ആ പറഞ്ഞിരിക്കുന്നത് എന്താ? ഭൂനിയമ ഭേദഗതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2019 പിണറായി സർക്കാരിൻ്റെ ഉത്തരവ് മൂലം വീടും കൃഷിയുമല്ലാതെയുള്ള ഏതെങ്കിലും നിർമ്മിതികൾ പട്ടയം കിട്ടിയ ഭൂമിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നിർമ്മിതികളെല്ലാം നിയമവിരുദ്ധമാണെന്നാണ് ഉത്തരവ്. ആ നിയമവിരുദ്ധമായ നിർമ്മിതികൾക്ക് ക്രമവൽക്കരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഭൂനിയമ ഭേദഗതി എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പോൾ ആ ക്രമവൽക്കരിച്ചു കൊടുക്കാനായിട്ട് ചില നടപടിക്രമങ്ങൾ പറഞ്ഞിരുന്നു. ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ലാബ് പറഞ്ഞിട്ടുണ്ട്, ഫീസ് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കാനുള്ള പോർട്ടൽ എന്ന ക്ലാർക്ക് പോർട്ടലിലൂടെ അപേക്ഷ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാർക്കും ഇല്ല, പോർട്ടലും ഇല്ല, ഒരു അപേക്ഷയില്ല, ഒരാൾക്ക് പോലും ഒരു പ്രയോജനമില്ല. ഞാൻ ഈ പറയുന്നു, ഒരാൾക്കെങ്കിലും ഇതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ടോ? തന്നെയുമല്ല, ഭൂനിയമ ഭേദഗതി അങ്ങനെയല്ല വേണ്ടത്. എന്തിനാണ് ഇത്രയും വഷളാക്കുന്നത്? ഇവിടെ കെട്ടിടം പണിതിട്ടുണ്ടെങ്കിൽ, ഇത് പട്ടയമുള്ള ഭൂമിയാണെങ്കിൽ ഇവിടെ കെട്ടിടം പണിതിട്ടുണ്ടെങ്കിൽ അതാകെ പറയുന്നത് വീടിന് പകരം ഒരു കെട്ടിടം പണിതുന്നല്ലേ വരുന്നുള്ളൂ. അതിന് ഈ പറയുന്ന രീതിയിലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ പട്ടയം കിട്ടിയിട്ടുള്ള ഭൂമിയിലുള്ള നിർമ്മിതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ നടത്തുന്ന കാലത്ത് നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ? പഞ്ചായത്തിൻ്റെ പെർമിറ്റ് ഇല്ലാണ്ട് ആരെങ്കിലും കെട്ടിടം പണിയോ? പഞ്ചായത്തിൻ്റെ പെർമിറ്റ് ഇല്ലാണ്ട് പണിയില്ലല്ലോ. ഇല്ല, അത് പണിയില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം 20 കൊല്ലം മുതൽ 20 കൊല്ലം പഞ്ചായത്തിൽ കരമടച്ചുകൊണ്ടിരിക്കുക. അതെങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത്? ഈ സംവിധാനം സർക്കാരില്ല. അപ്പോൾ അവർ പണിയുന്ന കാലത്ത് നിയമപരമായി എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ അത് മുഴുവൻ പാലിച്ച് നടത്തിയ നിർമ്മാണം ഇവരാരാ പറയാൻ ഇത് നിയമവിരുദ്ധമാണെന്ന് പറയാൻ? അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് നിയമവിരുദ്ധമല്ല. അവർ നേരെ മറിച്ച് പട്ടയമില്ലാത്തൊരു ഭൂമി പണിത് വെച്ചേക്കുന്നതാണ് ശരിയാണ്. എനിക്ക് പട്ടയം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നത് ഈ വീടും കൃഷിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അപേക്ഷ വെച്ചപ്പോൾ എനിക്ക് അനുമതി തന്നിട്ടുണ്ട്.
പാവപ്പെട്ട കർഷകനെ സംബന്ധിച്ച് എല്ലാം പട്ടയം വായിച്ചു നോക്കിയിട്ടാണോ പഞ്ചായത്തിൽ പേവശ കൊടുക്കുന്നത്? അവൻ പട്ടയം വായിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. അവൻ നോക്കുന്ന അവൻ്റെ ഭൂമിയിൽ വല്ല റോഡ് സൈഡിലാണെങ്കിൽ കെട്ടിടം പണിയാൻ പറ്റുന്നുണ്ട് അവിടെ പോയി പണിതിട്ട് അപേക്ഷ കൊടുത്തപ്പോൾ അവൻ അനുമതി കിട്ടിയിട്ടുണ്ട്. അവനോട് പണിയും ചെയ്തു. 20 കൊല്ലം 30 കൊല്ലം കഴിയുമ്പോൾ നിന്റെ നിർമ്മിതി നിവിരുദ്ധമാണ്, അത് ക്രമവൽക്കരിക്കണം, അതിന് വേണമെങ്കിൽ ഇത്ര പൈസ തന്നെ എന്ന് പറയുന്നതിൻ്റെ ന്യായമില്ല. അപ്പം നിയമപരമായി ആ പണിത കാലത്ത് നിയമപരമായി ചെയ്ത ഒരു നിർമ്മിതിയാണെങ്കിൽ അത് നിയമവിരുദ്ധമല്ല. ആ നിയമവിരുദ്ധമാണെന്നുണ്ടെങ്കിൽ LDF നടപടി ചോദിക്കാൻ പറ്റത്തില്ല. അതാണ് ഞങ്ങൾക്ക് എൻ്റെ പ്രശ്നമല്ലേ. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ കോടതിയിൽ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാൻ കാരണമെന്നാണ് LDF നേതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം. ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് LDF ആണ്. ഇവർ പറയുന്ന കാരണം എന്താ? 2010 ജനുവരി മാസം 11-ാം തീയതി ഹൈക്കോടതി ഉത്തരവിട്ടു. അത് മൂന്നാറുമായി ബന്ധപ്പെട്ട വിഷയം. അവിടെ നേരത്തെ ഒരു പരിസ്ഥിതി സംഘം ഒരു കേസ് കൊടുത്തിരുന്നു. അവരുടെ വാദഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ മേഖലയിൽ സർക്കാർ ഭൂമി കയ്യേറി അവിടെയെല്ലാം കെട്ടിടം പണിത് കള്ളപ്പട്ടയമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പരിശോധിക്കണം, ആ മേഖലയിൽ പട്ടയം കൊടുക്കരുത് എന്നാണ് അവരുടെ വാദഗതി. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ കോടതി ഇത് സംബന്ധിച്ച് അവസാനം ഒരു ഉത്തരവ് കൊടുത്തു. ഉത്തരവ് കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ ഏരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് പറഞ്ഞിട്ടില്ല. മൂന്നാർ ഏരിയയിൽ അങ്ങനെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് മുമ്പ് റവന്യൂ വകുപ്പിൻ്റെ NOC വാങ്ങേണ്ടതുണ്ട്. ഇത്രയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അത് 2010 ജനുവരി മാസം പറഞ്ഞ ഉത്തരവാണ്. അതിനുശേഷം 5 കൊല്ലം ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിച്ചു. 11 മുതൽ 16 വരെ ഒരു തടസ്സവും നാട്ടിലുണ്ടായിട്ടില്ല. എല്ലാവരും കെട്ടിടം പണിതിട്ടുണ്ട്, ആരും ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല. അവനവൻ്റെ ഭൂമി പണിതിട്ടുണ്ട്. 2014 ഗവൺമെൻറ് മാറി 20 ദിവസം തികയുന്നതിന് മുമ്പ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. 8 വില്ലേജുകളിൽ പാടില്ല. ഏതാ? വെള്ളത്തുവല്, ബൈസമാല്, പള്ളിവാസല്, അങ്ങനെയങ്ങ് തുടങ്ങി KDH, അങ്ങനെയങ്ങ് തുടങ്ങിയ ആ മേഖലയിൽ 8 വില്ലേജുകൾ നിർമ്മാണം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉത്തരവിറക്കി. അവിടം തൊട്ടാണ് ഇതിൻ്റെ താളപ്പുഴ തുടങ്ങിയത്. അങ്ങനെ ജില്ലാ കളക്ടറുടെ അധികാരമില്ല. അപ്പോൾ അദ്ദേഹത്തോട് അതാ പറഞ്ഞ് 8 വില്ലേജ് അങ്ങനെ സെലക്ട് ചെയ്തു. മൂന്നാർ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈ 8 വില്ലേജ് ആണെന്ന് എങ്ങനെയാണ് ആര് തീരുമാനിച്ചു? ആ സർക്കുലർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും 8 വില്ലേജിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രം പ്രശ്നമായി. അവർ കോടതിയിൽ പോകുന്നു. നിങ്ങളോ ഞാനോ ആണെങ്കിൽ ഞാൻ താമസിക്കുന്നത് ഞാൻ കോടതിയിൽ പോകും, നിങ്ങളോ താമസിക്കുന്നത് നിങ്ങൾ പോകും. അവരവിടുന്ന് കോടതിയിൽ പോയി, സ്വാഭാവികമായിട്ടും കോടതിയിൽ പോയി. അങ്ങനെ കോടതിയിൽ പോകുന്ന ആളുകൾക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ ചുമതലയാണ്. ഏതാ? ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു പഞ്ചായത്തിലെയോ 2 പഞ്ചായത്തിലെയോ കേരളത്തിലൊരു നിയമം കേരളം മുഴുവനാണ് നികത്തുന്നത്. ബിൽഡിംഗ് റൂൾ കേരളം മൊത്തമാക്കുന്നത്. അല്ലാണ്ട് 3-8 വില്ലേജിലായിട്ട് നിയമമില്ല. അപ്പം നിയമവിരുദ്ധമായിട്ട് ഒരു പ്രദേശത്ത് ജനങ്ങളെ മാത്രം ദോഷകരമായി ബാധിക്കുന്ന ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ബാധ്യതയാണ്. അവിടുത്തെ ജനപ്രതിനിധികൾ കോടതിയിൽ പോയിട്ടുണ്ട്. അന്നാണ് അതിജീവന പോരാട്ട വേദി പോലെയുള്ള രാഷ്ട്രീയ ഇതര സംഘടനകൾ പോയിട്ടുണ്ട്. അവരെല്ലാം പിന്തുണയ്ക്കുക എന്നുള്ള ഞങ്ങളുടെ ദൗത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ശരിയായ നിലപാട്. ഞങ്ങൾ സഹായം കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാരെ അതിന് സഹായം കൊടുത്തിട്ടുണ്ട്. MLA ചിലപ്പോൾ അല്ലെങ്കിൽ വക്കീലന്മാർ കോടതിയിൽ ഹാജരായിട്ടുണ്ടാവും. അതാണ് ശരിയായ നിലപാട്. അത് ഞങ്ങൾ പോയതുകൊണ്ടല്ല. സർക്കാർ എന്താ അവിടെ പറഞ്ഞത്? സർക്കാർ പറഞ്ഞു നിർബന്ധമായിട്ടും 8 വില്ലേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അന്നത്തെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രഞ്ജിത്ത് അംബാന CPIയുടെ നേതാവ് അനൂപിനെയാണ്. അദ്ദേഹം പറഞ്ഞതിനാണെന്നറിയാമോ? ഞങ്ങൾ 8 വില്ലേജ് അല്ല, ജില്ല മുഴുവൻ അത് നടപ്പാക്കാൻ പോകാണ്, നിർമ്മാണ നിരോധനം നടപ്പാക്കാൻ പോകാണ്. ഹൈക്കോടതിയിൽ അങ്ങോട്ട് കൊടുത്തതാണ്. കോടതി ചോദിച്ചു, അപ്പോൾ അടുത്ത സിറ്റിങ്ങിന് മുമ്പ് തീരുമാനമാവുമെന്ന് ചോദിച്ചു. ഗവൺമെൻറ് ഡ്രാഫ്റ്റൊക്കെ ആയിക്കഴിഞ്ഞു, അടുത്ത സിറ്റിങ്ങിന് മുമ്പ് തീരുമാനമാവും. അങ്ങനെ തന്നെ ചെയ്തു. ആ 8 വില്ലേജിലെ നിർമ്മാണ നിരോധനം ആണ് ഈ 2019 ആഗസ്റ്റ് 22-ന് ഇടുക്കി ജില്ലയിൽ ഒരിടത്തും പാടില്ല എന്ന് പറഞ്ഞ് നിർമ്മാണ നിരോധനമായി. അതിന് ഞങ്ങളാണ് ഉത്തരവാദി. കോടതി പറഞ്ഞിട്ടുണ്ടോ ജില്ല മുഴുവൻ? കോടതി പറഞ്ഞ് ജില്ല മുഴുവൻ നടത്താനല്ല. ആ ഉത്തരവ് വന്നപ്പോൾ അതിനെയും ചോദ്യം ചെയ്തു ജനങ്ങൾ. അപ്പോഴും കോടതി എന്താ പറഞ്ഞെന്നറിയോ? ഒരു ജില്ലയ്ക്ക് മാത്രമായിട്ട് ഇത് പാടില്ല, ഇത് കേരളം മൊത്തം. നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഭൂമി നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്. ഈ നിയമം കേരളം മുഴുവൻ ബാധകമാക്കി പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗവൺമെൻറ് എന്താ പറഞ്ഞതെന്നറിയാമോ? അത് വേണ്ട, ബാക്കി 13 ജില്ലയിലും കുഴപ്പമൊന്നുമില്ല, ഇടുക്കിയിൽ മാത്രം ഇത് പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പോൾ എന്താ ഉണ്ടായത്? സുപ്രീം കോടതിയും കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യം അംഗീകരിച്ചു. അവിടെയും കേരള സർക്കാരിന് തിരിച്ചടി കിട്ടി. എന്നിട്ടും അവർ വിടില്ല. ഇടുക്കിയിൽ മാത്രം ജനങ്ങൾ വിടത്തില്ല. ഇപ്പം ഞാൻ തൊടുപുഴയിൽ നിന്ന് വാഗമണ്ണിലേക്ക് കയറി വരുന്ന കാഞ്ഞാർ പുള്ളിക്കാരൻ റോഡിൻ്റെ ഇടതുവശം ഇടുക്കിയ, വലതുവശം കോട്ടയം ജില്ല. വലതുവശത്ത് എന്തും പണിയാം, ഇടതുവശത്ത് പണിയാൻ പാടില്ല. ഇതിനായിട്ട് എന്ത് നിയമമാണ്? ഈ നാട്ടിലെ ഈ നേതാക്കന്മാരെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകൾ. അപ്പം ഇടുക്കിക്കാർ എന്ത് ചെയ്തിട്ടാ? 2ാം തരം പൗരന്മാരെ ഇടുക്കിക്കാരെ കണ്ടുകൊണ്ട് ഇത്തരം നിയമവിരുദ്ധമായ, നീതിക്ക് നിരക്കാത്ത, യുക്തിക്ക് നിരക്കാത്ത ഇത്തരം ഉണ്ടാകുന്നത് ആര് പറഞ്ഞിട്ടുണ്ടാക്കുന്നത്?
അതാണ് ഇവിടെ മുഴുവൻ വഷളാക്കിയത്. എന്നിട്ട് അതിന് പരിഹാരമാണ് ഈ പറഞ്ഞ 23 കൊണ്ടുവന്നത്. പക്ഷെ അതുകൊണ്ട് ഒരാൾക്ക് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒറ്റ വാക്ക് പഴയ നിലവിൽ കൊടുത്തിരിക്കുന്ന പട്ടയത്തിൻ്റെ കൂടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഏതാ? വീടും കൃഷിയും എന്നുള്ളതിൻ്റെ കൂടെ മറ്റാവശ്യങ്ങൾക്കും ഈ ഭൂമി ഉപയോഗിക്കാവുന്നതാണ് എന്നൊരു വാക്ക് കൂട്ടി ചേർത്താൽ തീരുന്ന പ്രശ്നമാണ് ഇതുപോലെ വഷളാക്കുന്നത്. അപ്പോൾ ഇവർക്ക് തീർക്കാൻ താല്പര്യമില്ല. അതാണ് യഥാർത്ഥ വിഷയം. തീർക്കാതെ പൊതുജനങ്ങളെ വലിക്കാൻ തീർക്കാതെ വഷളാക്കിയിട്ട് എന്തൊക്കെയോ ഇവർക്ക് ഇതിൻ്റെ പിന്നെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. നല്ലതല്ലാത്ത എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നീണ്ട ഒരു കാലയളവ് ശേഷമാണ് നമ്മൾ അവിടെ കൈപ്പത്തി ചിഹ്നം കോൺഗ്രസിന് ഈ ഒരു മണ്ഡലം തിരിച്ചു കിട്ടുന്നത്. ഇടുക്കി മണ്ഡലം എത്രത്തോളം ഒരു വിജയസാധ്യത ഉണ്ടാവും? 100% വിജയസാധ്യത. UDF-ന്റെ പ്രവർത്തകർക്ക് ആർക്കും ഈ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തായിരിക്കുന്ന ഒരു സംശയം പോലും. 100% ഇടുക്കി സീറ്റ് താൽക്കാലികമായി കഴിഞ്ഞ ടൈമിൽ നഷ്ടപ്പെട്ട സീറ്റ് UDF തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസമില്ലാത്ത ഒരൊറ്റ UDF പ്രവർത്തകനുമില്ല. ഈ നിയമനത്തെ ജനങ്ങളും അത് തന്നെ മനസ്സിലാക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ അപ്പം UDF അധികാരത്തിൽ വരികയും താങ്കൾ ജയിക്കുകയും ചെയ്താൽ ഇടുക്കിക്ക് വേണ്ടി എന്താ ഒരു പ്രത്യേകതയായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഓരോരോ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടല്ലോ. ഈ രണ്ട് കാര്യങ്ങളും നടക്കും. അതാ UDF അധികാരത്തിലും വരും. ഞാൻ UDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇടുക്കിയിലെ ജനങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ LDF ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം അനാവശ്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അത് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ കാര്യം. അതുപോലെ വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വിഷയങ്ങൾ, CHR-മായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വിഷയങ്ങൾ. ഇപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സർക്കാരാണ്. അപ്പോൾ ഈ സർക്കാർ മൂലം, ഈ LDF സർക്കാർ മൂലം ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ ദൗത്യം. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ദൗത്യം. പിന്നെ രണ്ടാമത്, ഈ ഭൂമിയിലൊക്കെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നല്ല സാധ്യതയുള്ള സ്ഥലമാണ് ഇടുക്കിയിലെ ഏത് ഭാഗത്തും ടൂറിസം. അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ അതൊക്കെ വരണമെങ്കിൽ ഈ ഭൂമിയിലെ കെട്ടുപാടുകളെല്ലാം പോകണം. പൈസ മുടക്കാൻ ആളുകൾ റെഡിയാണ്. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു കഴിയുമ്പോൾ ആ ഭൂമിയിൽ പോയി പൈസ മുടക്കി കഴിഞ്ഞാൽ നാളെ ആ നിർമ്മാണം ശരിയല്ല എന്ന് ആരെങ്കിലും പറയുമോ എന്നുള്ള പേടി അവൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ കോടികൾ മുടക്കിയവരും നിൽക്കുകയാണ്. ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അത്തരമുള്ള ഭയപ്പാടുകൾ ഇല്ലാണ്ടായാലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാകും. സ്വാഭാവികമായിട്ടും ടൂറിസം രംഗത്തും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ എവിടെയും. അപ്പോൾ അതിനനുയോജ്യമായ എല്ലാ അന്തരീക്ഷം ഉണ്ടാക്കുക. ഇവിടെ ഷോപ്പ് സൈറ്റുകൾ പട്ടയം കൊടുക്കുന്നത്തെ പ്രാവശ്യം പറഞ്ഞു കട്ടപ്പനയിൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ അപേക്ഷ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞ് കളിപ്പിക്കുക എന്ന് പറഞ്ഞ നടപടികളാണ്. അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കുകയാണ്. ഈ ഷോപ്പ് സൈറ്റിനും പട്ടയം കൊടുക്കും. ഈ പറയുന്ന മറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പട്ടയങ്ങൾ കൊടുക്കാതിരിക്കുന്ന നടപടിയും മാറ്റി 2 റൂൾ അനുസരിച്ച് കൊടുക്കും, പട്ടയം കൊടുക്കും. ഈ നിർമ്മാണ നിരോധനം മാറ്റിക്കളയും. ജനങ്ങൾക്കെതിരായിട്ട് LDF ഗവൺമെൻറ് എന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടോ ഇതിനെല്ലാം ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും. അതായിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ മുഖ്യ പരിഗണന. എന്നാലും ഈ തിരക്കുകൾക്കിടയിൽ അല്പസമയം നമ്മളോട് പങ്കിട്ട റോക്കി പോലീസിന് 1000 വിജയാശംസകൾ നേരുന്നു. ഓക്കെ. കോൺഗ്രസാണ് ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും.